കാല് തെറ്റി നടി നിരോഷ ട്രെയിനിനടിയിലേക്ക് വീഴാൻ പോയി. ആ സമയം രക്ഷപ്പെടുത്തിയത് നടൻ രാംകിയായിരുന്നു. ഈ സംഭവം പിന്നീട് ഇരുവരുടെയും പ്രണയത്തിലേക്ക് വഴിമാറി. തമിഴിലെ പ്രശസ്ത നടൻ എം.ആർ. രാധയുടെ മകളും നടി രാധിക ശരത് കുമാറിൻ്റെ അനുജത്തിയുമാണ് നിരോഷ. സംവിധായകൻ പ്രിയദർശൻ്റെ ഒരു മുത്തശ്ശി കഥ എന്ന ചിത്രത്തിലൂടെ മലയാളത്തിലാണ് നിരോഷ ആദ്യമായി അഭിനയിക്കുന്നത്. മണിരത്നത്തിൻ്റെ അഗ്നിനക്ഷത്രം എന്ന സിനിമയിൽ ലിസിയായിരുന്നു ആദ്യം നായികയായി അഭിനയിച്ചത്. പക്ഷേ അതിലെ ഒരു പാട്ട് സീനിൽ ബിക്കിനിയിട്ട് അഭിനയിക്കാൻ ലിസി തയ്യാറായില്ല. പിന്നീട് പ്രിയദർശനാണ് നിരോഷയെക്കുറിച്ച് മണിരത്നത്തോട് പറയുന്നത്. അങ്ങനെ ഒരു പൂങ്കാവനം എന്ന് തുടങ്ങുന്ന പാട്ടിൽ ബിക്കിനിയിട്ട് നിരോഷ അഭിനയിച്ചു. ആ പാട്ട് വലിയ ഹിറ്റായി. ആ ഗാനം വീണ്ടും വീണ്ടും കാണുമെന്നാണ് അക്കാലത്ത് അമിതാഭ് ബച്ചൻ പോലും പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ തമിഴിലും കന്നഡത്തിലുമൊക്കെ നിരോഷ സ്റ്റാറായി മാറി. സിന്ദൂരപ്പൂവേ എന്ന സിനിമയിൽ നടൻ രാംകിയോടൊപ്പം നിരോഷ അഭിനയിച്ചിരുന്നു. പല കാര്യത്തിനും ചേർച്ചയില്ലാതെ വന്നതോടെ ഇരുവരും തമ്മിൽ വഴക്കുകൾ പതിവായി. തൻ്റെ ശരീരത്ത് അനുവാദമില്ലാതെ തൊട്ടു എന്ന് പറഞ്ഞ് നിരോഷ രാംകിയോട് വഴക്കുകൂടി. ഒരു ദിവസം ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനിൽ നിന്നും ഒരു സീൻ എടുക്കുന്ന സമയം രാംകി വാതിലിൻ്റെ സൈഡിൽ നിൽക്കുമ്പോൾ നിരോഷ ഓടി വരുന്നതാണ് സീൻ. പെട്ടെന്ന് കാല് തെറ്റി നിരോഷ ട്രെയിനിനടിയിലേക്ക് വീഴാൻ പോയി. ആ സമയത്ത് രാംകി നിരോഷയുടെ പാവാടയിൽ പിടിച്ച് വലിച്ച് ട്രെയിനിനുള്ളിലേക്ക് ഇട്ടു. അപ്പോഴേക്ക് നിരോഷയുടെ ബോധം പോയിരുന്നു. പിന്നീട് നിരോഷയെ ശുശ്രൂഷിച്ചത് രാംകിയാണ്. അവിടെ നിന്നും രണ്ടുപേരുടെയും പ്രണയം ആരംഭിച്ചു. വീട്ടുകാരുടെയെല്ലാം എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ടാണ് താരങ്ങൾ വിവാഹിതരാകുന്നത്. യാതൊരു ദുശീലങ്ങളുമില്ലാത്ത നടനാണ് രാംകി. മോട്ടിവേറ്ററും സൈക്കോളജിസ്റ്റുമാണ് അദ്ദേഹം. നിരോഷയും രാംകിയും വിവാഹിതരായിട്ട് 29 വർഷത്തോളമായി. അവർ വളരെ സന്തോഷത്തോടെ ഇന്നും ജീവിക്കുന്നു. നീണ്ട ഇടവേളയ്ക്ക് ശേഷം രണ്ടുപേരും ഇപ്പോൾ സിനിമയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. രാംകിക്കും നിരോഷയ്ക്കും ഇനിയും നല്ല നല്ല സിനിമകളും കഥാപാത്രങ്ങളും ലഭിക്കട്ടെ എന്ന് GPS മീഡിയ ആത്മാർത്ഥമായും ആശംസിച്ചുകൊള്ളുന്നു.